പരിശുദ്ധമായ റമദാൻ അൽഹംദുലില്ലാഹ് നമ്മളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളെ ഓരോന്നും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, ഞാൻ പകൽ ജോലി ചെയ്തിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നല്ലതുപോലെ വിയർത്തിരിക്കുകയാണ്. കടയിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് ളുഹറിനും അസറിനൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ നല്ലതുപോലെ വിയർത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ വിയർപ്പ് ഗന്ധമുള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രയാസമാണ് ഈ നിസ്കരിക്കാൻ പള്ളിയിൽ ആളുകളുടെ കൂടെ നിൽക്കാൻ. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത്തർ കുറച്ചെടുത്ത് പൂശാമോ, അത്തർ എടുത്ത് എനിക്ക് ശരീരത്തിൽ പുരട്ടാമോ എന്നൊരാൾ ചോദിച്ചു. ഞാൻ അതിനൊരു മറുപടി കൊടുത്തു. ആ മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ തന്നെ മറ്റൊരു ചെറുപ്പക്കാരനായ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഞാൻ ചിലപ്പോൾ ചുംബനം കൊടുക്കാറുണ്ട്, ഉമ്മം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നോമ്പ് മുറിയുമോ? ചില ഉമ്മമാർ ചോദിച്ചു, ചില ഉപ്പമാർ ചോദിച്ചു, ഉസ്താദെ, ഞങ്ങൾ ഈ അടുക്കളയിൽ രുചി നോക്കുന്നുണ്ട്, അതായത് ഉപ്പ് നോക്കാറുണ്ട്, നാരങ്ങാ വെള്ളത്തിന് പുളിയാണോ, ഇട്ട പഞ്ചസാര മതിയായിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ മധുരം നോക്കാറുണ്ട്. അപ്പോൾ ആ മധുരം നോക്കുന്നത് കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകുമോ, അതോ അങ്ങനെ നോക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നോമ്പിന് തകരാറ് പറ്റുമോ? അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം മിസുവാക്ക് പല്ല് തേക്കാമോ, അതുപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കാമോ? അതുപോലെ ഒരുപാട് സംശയങ്ങൾ, ഇഷ്ടംപോലെ സംശയങ്ങൾ തീരുന്നില്ല. ഓരോ വീഡിയോകൾക്ക് താഴെ എത്രയോ സംശയങ്ങൾ. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കുള്ള ഏകദേശം മറുപടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന, അടുക്കളയിൽ നോമ്പ് തുറ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഉമ്മമാരറിയണേ, അതുപോലെ ഉപ്പമാരെ കേൾക്കണേ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ആർക്കും ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ. ഇപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുമല്ലോ, എണ്ണയിലാ പൊരിക്കുന്നത്. ആ എണ്ണ വയറ്റിൽ ചെന്നാൽ വലിയ കേടാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ സമൂസ കഴിക്കുമ്പോഴും ആ കട്ട്ലേറ്റ് കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു പ്രയാസവും ഉണ്ടാവാതിരിക്കാൻ, അതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ മതി. ഒരു കുഞ്ഞു സൂറത്ത്. ഏതാണ്? പാചകം ചെയ്യുന്ന ആളുകൾ ഈ റമദാനിൽ ഓതിയിരിക്കേണ്ട ചെറിയൊരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കൂടാതെ നോമ്പിൻ്റെ ചില അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. നമ്മുടെ നോമ്പായി മാറാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുതേ. മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ഈ ഒരു സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ദുആകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ തസ്ബീഹുകൾ, അതുപോലെ തന്നെ നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പുകാരനായി നോമ്പുകാരിയായി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരുപാട് പേര് തഹജ്ജുദ് നിസ്കരിക്കുന്നു. തഹജ്ജുദ് ഇല്ലാത്ത ആളുകൾ തുടങ്ങിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഖുർആൻ പാരായണം, അല്ലേ, ഒരു ഖത്തമൊക്കെ തീർന്ന് രണ്ടാമത്തെ ഖത്തത്തിലേക്ക് തുടങ്ങിയ ആളുകൾ, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ദിക്റുകൾ, എല്ലാ അമലും അള്ളാഹു തആല പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് യഥാർത്ഥ നോമ്പായി മാറാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം പൂർണ്ണമായും കരസ്ഥമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാളുടെ നോമ്പാവില്ല. അത് വെറും പട്ടിണി കിടക്കലേ ആവുകയുള്ളൂ. അപ്പോൾ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. എന്നാൽ മാത്രമാണ് അവൻ്റെ നോമ്പ് യഥാർത്ഥ നോമ്പാവൂ. ആ നോമ്പുകാരന് കിട്ടുന്ന പൂർണ്ണമായ പ്രതിഫലം അവനക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഈ നോമ്പ് പിടിച്ചുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ, ഉമ്മമാർ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഈ പാചകം ചെയ്യുന്ന സഹോദരന്മാരുണ്ട്, വാപ്പമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് പറയുകയാണ്. കാരണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നോമ്പ് വെറും പട്ടിണിയായി പോകും. നോമ്പിൻ്റെ ഒരു കൂലിയും കിട്ടൂല. ഇൻഷാ അല്ലാഹ് അത് പറയാം. അപ്പോൾ നോമ്പുകാരന് കറാഹത്താകുന്ന ചില കാര്യങ്ങളുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ശിക്ഷയില്ല, പക്ഷെ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. അത് ഉപേക്ഷിച്ചാൽ, ചെയ്യാതിരുന്നാൽ നമ്മുടെ നോമ്പിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. ഒന്നാമത്തേത്, നോമ്പുകാരി ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. ളുഹറിന് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്.
നമ്മൾ രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് പല്ല് തേക്കാറുണ്ട്. പിന്നെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് പിന്നെ സുബഹി ഒക്കെ നിസ്കരിച്ച് ചിലപ്പോൾ ഒന്ന് കുറച്ച് കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ ഒരു 8 മണി വരെ 9 മണി 10 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വായ ഒന്ന് പകർച്ചയായിട്ടുണ്ടാകും, ഒരു അസ്വസ്ഥത ഉണ്ടാകും. നമ്മൾ സാധാരണ ആ സമയത്തൊക്കെ പല്ല് തേക്കുന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യുന്നു. അതല്ലാതെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ പല്ല് തേക്കൽ എന്താണ്? കറാഹത്താണ്. അത് പാടില്ലെന്ന് പറഞ്ഞാൽ അനാവശ്യമായി അത് ചെയ്യാൻ പാടില്ല. ചെയ്യൽ എന്താണ്? കറാഹത്താണ്. അതായത് പല്ല് തേക്കാതിരുന്നാൽ കൂലിയുണ്ട്, പല്ല് തേച്ചാൽ ശിക്ഷയൊന്നുമില്ല. അതാണ് കറാഹത്ത്. അപ്പോൾ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ എന്താണ്? കറാഹത്താണ്. പിന്നെ വെറുതെ ഒരു വസ്തു ചവക്കുക, അത് കറാഹത്താണ്. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരുകളും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് വെറുതെ. ഇപ്പോൾ നോമ്പല്ലേ, ഇപ്പോൾ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു നൂല്, നമ്മുടെ ഈ ഷർട്ടിൻ്റെ അല്ലെങ്കിൽ എന്താണ് നെയ്റ്റിയുടെ ചുരിദാറിൻ്റെ ഒക്കെ കുറച്ച് നൂലൊക്കെ എടുത്ത് വായിലൊക്കെ വെച്ചിട്ട് ചവച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ബട്ടൺസ് വെറുതെ ഇട്ടിങ്ങനെ ചവക്കുക, അത് പാടില്ല. അല്ലെങ്കിൽ നഖം കടിക്കുക, ഈ നഖം ഇങ്ങനെ കടിച്ചിട്ട് ഞങ്ങൾ മിഴുങ്ങുന്നില്ലല്ലോ ഉസ്താദെ, അതാണ് ചോദിക്കുന്നത്. നഖം തിന്നുന്നില്ല, തുപ്പിക്കളയൂലേ? വേണ്ട, നോമ്പുകാരന് കറാഹത്താണ്. നമ്മുടെ ഈ വിരലിൻ്റെ ഈ ഭാഗത്ത് ചിലപ്പോൾ ചെറിയ പൊറ്റ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ തൊലി പോലെ നിവർന്നിരിക്കും. അത് നമ്മളിങ്ങനെ കടിച്ചിങ്ങനെ കളയുക. നോമ്പുകാരൻ പകലിൽ ആ പണി ചെയ്യണ്ട. ചെയ്തു എന്ന് വെച്ച് നോമ്പ് മുറിഞ്ഞു പോകുന്നില്ല, പക്ഷേ ചെയ്യാതിരുന്നാൽ കൂലിയുണ്ട്. ചെയ്താൽ ശിക്ഷയില്ല, പക്ഷേ ചെയ്യാതിരുന്നാൽ കൂലിയുണ്ട്. ചെയ്യൽ കറാഹത്താണ്. അത് നമ്മൾ മനസ്സിലാക്കുക. റബ്ബർ ബാൻഡില്ലേ, അതൊക്കെ എടുത്ത് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുക, ചവച്ചോണ്ടിരിക്കുക, അത് പാടില്ലാത്തതാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നോമ്പുകാരി ഈ വുളു എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ വായിൽ വെള്ളം എടുത്തിട്ട് തുപ്പിക്കളയാറുണ്ട്, വാ കഴുകാറുണ്ട്, മൂക്കിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റി ചീറ്റാറുണ്ട്. പക്ഷെ നോമ്പുകാരൻ അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അമിതമായാൽ നോമ്പ് മുറിഞ്ഞു പോകാൻ തന്നെ സാധ്യതയുണ്ട്. ചിലപ്പോൾ വായിലേക്ക് വെള്ളം ആക്കുമ്പോൾ ചിലപ്പോൾ ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഉള്ളിലേക്ക് നമ്മുടെ മൂക്കിൻ്റെ ഈ ഉൾഭാഗത്തേക്ക് പോയാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പണിക്ക് നിൽക്കണ്ട. പിന്നെയോ നോമ്പ് തുറ താമസിപ്പിക്കൽ കറാഹത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ബാങ്ക് വിളിച്ചിട്ടും നോമ്പ് തുറക്കാതിരിക്കൽ കറാഹത്താണ്. പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. ഇപ്പം നല്ല വേർതിരിക്കുന്ന നല്ല ചൂടല്ലേ, നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ പള്ളിയിലേക്കൊക്കെ നിസ്കരിക്കാൻ പറ്റും, നല്ല വേർതിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ വേർപ്പിൻ്റെ ഗന്ധം ഉള്ളത് കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അല്പം അത്ര എടുത്ത് കുറച്ച് സുഗന്ധം എടുത്ത് പൂശി എന്ന് വെച്ച് നോമ്പ് മുറിഞ്ഞൊന്നും പോവില്ല. അങ്ങനെ നമുക്ക് ശരീരം ഇങ്ങനെ വേർതിരിക്കുന്ന സമയത്ത്, ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സുഗന്ധം ഒരല്പം പൂശാം. പക്ഷെ അതെന്താണ്? പൂശാതിരിക്കലാണ് നല്ലത്. സുഗന്ധം തേച്ചു എന്ന് വെച്ച് നോമ്പ് മുറിയില്ല, പക്ഷെ ചെയ്യാതിരിക്കലാണ് നല്ലത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദ് ഞങ്ങൾ വേർതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുളിക്കുമ്പോൾ ഈ സോപ്പ് തേക്കൂല, സോപ്പ് മണമുള്ളതല്ലേ, എല്ലാ സോപ്പിനും നല്ല മണമില്ലേ കുളി സോപ്പിന്, അപ്പോൾ അത് കറാഹത്താണോ? ഞാൻ പറയട്ടെ, സോപ്പ് എന്ന് പറയുന്ന വസ്തു അത് നമ്മൾ മണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല, അത് അഴുക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോപ്പ് എന്ന് പറയുന്ന വസ്തു അതെന്താ അതിൻ്റെ ഗുണം? അത് നമ്മൾ എന്തിനാണ് വാങ്ങുന്നത്? നമുക്ക് ശരീരത്ത് മണമുണ്ടാവാനല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ പോവാനാണ്. പിന്നെ സുഗന്ധമുണ്ടാകുന്നു, അത് രണ്ടാമത്തെ സെക്ഷൻ. അവ്വല് മഖ്സൂദ്, ആദ്യത്തെ ഉദ്ദേശം എന്താ? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ പോവുക എന്നതാണ്. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കഴുകുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെയോ നമ്മൾ നോമ്പുകാരന് നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ ചെയ്യൽ ഉപേക്ഷിക്കലാണ് നല്ലത്, ചെയ്യാതിരിക്കലാണ് നല്ലത്. അതിൽപ്പെട്ട ഒന്നാണ് ഭാര്യയെ വികാരത്തോടു കൂടി ചുംബിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുന്നു, നമ്മുടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചു, ഒരു ചുംബനം കൊടുത്തു, ഒരു ഉമ്മ കൊടുത്തു, മക്കളുടെ കവളിൽ ഒരു ഉമ്മം കൊടുത്തു. അതൊക്കെ എന്താണ്? സുന്നത്താണ്, അതൊക്കെ നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ ഭാര്യ ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടെ നെറുകിൽ, അവിടെ തലയിൽ ഒന്ന് ചുംബനം കൊടുത്തു. അതെന്താണ്? അതൊരു സുന്നത്തായ കാര്യമാണ്, നല്ല കാര്യമാണ്. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല, നോമ്പിൻ്റെ ഒരു പ്രതിഫലവും നഷ്ടപ്പെടില്ല. പക്ഷേ വികാരത്തോടു കൂടി അവൻ ഭാര്യയെ ചുംബിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നോമ്പ് മുറിയില്ല, പക്ഷേ അതെന്താണ്? നോമ്പുകാരന് കറാഹത്തായ കാര്യമാണ്. നോമ്പിൻ്റെ പ്രതിഫലം അല്പം കുറഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പകലിൽ ആ ഒരു ചെയ്തി ചെയ്യാതിരിക്കലാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ ഉപ്പ് നോക്കുന്നവരാണ് അല്ലേ? കറിക്ക് ഉപ്പുണ്ടോ, ചായക്ക് മധുരമുണ്ടോ, നാരങ്ങാവെള്ളത്തിന് പുളിയുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കൂലേ? അപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്? നമ്മളൊരല്പം എടുത്ത് കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കും, ആ ഉപ്പുണ്ട്, അപ്പോൾ തന്നെ തുപ്പിക്കളയും. പക്ഷെ തുപ്പിക്കളഞ്ഞത് കൊണ്ട് മാത്രമായില്ല.
നമ്മൾ അല്പം ഉപ്പ് നോക്കിയാലും മധുരം നോക്കിയാലും പുളി നോക്കിയാലും രുചി നോക്കിയാലും നാവിൽ നമ്മൾ വെച്ചിട്ടല്ലേ രുചി നോക്കുന്നത്. നമ്മൾ തുപ്പിക്കളയും. പക്ഷേ തുപ്പിക്കളഞ്ഞാലും അതിൻ്റെ രസങ്ങൾ നമ്മുടെ നാവിലുണ്ടാകും. നമ്മുടെ ഉമിനീരിനോടൊപ്പം അത് വായിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വായ നമ്മൾ കഴുകണം. രുചി നോക്കിയാൽ, ഉപ്പ് നോക്കിയാൽ, മധുരം നോക്കിയാൽ, പുളി നോക്കിയാൽ, എരിവ് നോക്കിയാൽ, അത് കറിക്കാവട്ടെ ചായക്കാവട്ടെ എന്താണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വായ, നമ്മുടെ നാവ് നമ്മൾ നല്ലതുപോലെ വെള്ളം കൊണ്ട് കഴുകണം. കഴുകൽ സൂക്ഷ്മതയാണ്. കഴുകിയില്ലെങ്കിൽ അത് നമ്മുടെ ചിലപ്പോൾ തുപ്പിക്കളഞ്ഞത് കൊണ്ടെല്ലാം പോയേക്കാം. എന്നാലും അതിൻ്റെ രുചി നമ്മുടെ നാവിലുണ്ടാകുമല്ലോ. അത് നമ്മൾ ഇറക്കുന്ന സമയത്ത് അതെന്താണ്, കറാഹത്തിലേക്ക് വരും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോമ്പുകാരനെ കറാഹത്താകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനാവശ്യമായി രുചി നോക്കരുത്. വെറുതെ ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് രുചി നോക്കുന്നു, ഇടയ്ക്ക് നാരങ്ങ വെള്ളം ഇങ്ങനെ കലക്കിയിട്ട് വെറുതെ രുചി നോക്കുന്നു. അതെന്താണ്? അത് കറാഹത്തായ കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന അടുക്കളയിൽ നോമ്പ് തുറ, ഉന്നക്കായ ഉണ്ടാക്കും, സമൂസ ഉണ്ടാക്കും, കട്ട്ലേറ്റ് ഉണ്ടാക്കും, പത്തിരി, ഇറച്ചിയൊക്കെ ഉണ്ടാക്കൂലേ. ആ സമയത്ത് നമ്മൾ നോമ്പുകാരനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു സൂറത്ത് നമ്മൾ മറന്നു പോകരുത്. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? സൂറത്തുൽ ഖുറൈശാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്ത് ഓതുക. ഈ സൂറത്ത് ഓതിയിട്ടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നതെങ്കിൽ, സമൂസ ഉണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് വെള്ളം ചൂടാക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാനും നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണം അത് തികയാനും ഒക്കെ നല്ലതാണ്. എന്ത്? സൂറത്തുൽ ഖുറൈശ് നമ്മൾ ഓതൽ. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഒരു സൂറത്ത് ഉപേക്ഷിക്കാനേ പാടില്ല. നോമ്പുകാരൻ അല്ലെങ്കിൽ നോമ്പുകാരി, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാർ, ഉപ്പമാർ, നമ്മൾ എന്തായാലും നോമ്പ് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ അടുക്കളയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതണേ. ഓതിയാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും. ആ ഭക്ഷണം തികയും. അതുപോലെ തന്നെ അള്ളാഹു തആല നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു വിഷാംശം ഉണ്ടെങ്കിൽ, നമുക്കറിയില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടാവാം, അല്ലെങ്കിൽ മുളക് പൊടി അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതാവാം, മല്ലിപ്പൊടി അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതാവാം, അല്ലെങ്കിൽ നമ്മൾ ചിരകുന്ന തേങ്ങ, ആ തേങ്ങ ചിലപ്പോൾ അത് കേടായതാവാം, നമുക്കറിയില്ലല്ലോ. നമ്മൾ ചേർക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൽ എന്തെങ്കിലും ഒരു കേടുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് വയറിന് പിടിക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു കേടുപാടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹിൻ്റെ വലിയ സഹായം കൊണ്ട് അതൊക്കെ ഇല്ലാതായി മാറാനും ഈ ഒരു സൂറത്ത് കാരണമാണ്. അപ്പോൾ ഈ സൂറത്ത് മറന്നു പോകണ്ട. സൂറത്തുൽ ഖുറൈശ്, ലഇലാഫി ഖുറൈശിൻ എന്ന് പറയുന്ന സൂറത്ത്, ഇതെല്ലാ ഉമ്മമാരും മനഃപ്പാടമാക്കേണ്ട സൂറത്താണ്. ഇത് അടുക്കളയിൽ ഓതേണ്ട സൂറത്താണ്. പ്രത്യേകിച്ച് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഓതിയാൽ വലിയ പ്രതിഫലമാണ്. മാത്രമല്ല പ്രതിഫലം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തും വലിയ റഹ്മത്തും, അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വലിയ ആരോഗ്യവും ഉണ്ടാകും ഈ സൂറത്ത് ഓതിയിട്ടുണ്ടാക്കുന്ന ഭക്ഷണം. അപ്പോൾ ഈ കാര്യം മറന്നു പോകണ്ട. അപ്പോൾ നോമ്പുകാരനെ കറാഹത്താകുന്ന, ചെയ്താൽ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല, പക്ഷേ ഉപേക്ഷിച്ചാൽ വലിയ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോമ്പുകാരനെ അള്ളാഹുവേ എത്രമാത്രം കൂലിയാണ്. നമ്മൾ നല്ല വെയിലുള്ള സമയത്തല്ല നോമ്പ് പിടിക്കുന്നത്. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ നോമ്പ് പിടിക്കുന്നത്. നോമ്പെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോമ്പിനെ പറ്റി അള്ളാഹു തആല ഇത്രമാത്രം വാചാലനാകുന്നത് ഞാൻ വേറെ ഒരു അമലിനെ പറ്റിയും വേറെ ഒരു പ്രവൃത്തിയെ പറ്റിയും ഞാൻ കേട്ടിട്ടില്ലെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അള്ളാഹു തആല പറയുന്നത് അസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാനാണ് തരുന്നത്. നിസ്കാരം എനിക്കുള്ളതാണ്, ഹജ്ജ് എനിക്കുള്ളതാണ്, സകാത്ത് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാനാണ് തരുന്നത് എന്ന് അള്ളാഹു ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ നോമ്പിനെ പറ്റി പടച്ചോൻ പറഞ്ഞത് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞ ഒരേ ഒരു അമൽ അത് നോമ്പാണ്. ആ നോമ്പ് യഥാർത്ഥ നോമ്പായാൽ
നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം മുഴുവനും നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ ഒരു മനുഷ്യൻ പിടിക്കുന്ന നോമ്പ് ഒരു യഥാർത്ഥ നോമ്പായി മാറണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ നോമ്പിൻ്റെ സുന്നത്തുകൾ പാലിക്കണം, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം, നോമ്പിൻ്റെ അദബുകൾ പാലിക്കണം, നോമ്പുകാരന് കറാഹത്താകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. എന്നാൽ നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പായി മാറും. അല്ലാഹു തആല നമ്മുടെയൊക്കെ നോമ്പിനെ നല്ല നോമ്പായി, അള്ളാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലും മർലിയുമാകുന്ന, അള്ളാഹുവിന് തൃപ്തി കിട്ടുന്ന, അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന നോമ്പായി പടച്ച തമ്പുരാൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് 1000 വട്ടം ദുആരക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ റമദാനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് പല വീഡിയോകൾക്കും താഴെ അൽഹംദുലില്ലാഹ് ഉസ്താദെ ഞങ്ങൾ കാത്തിരുന്ന വീഡിയോ ആണ് ഉസ്താദ് പറഞ്ഞത്, ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയമാണ് ഉസ്താദ് തീർത്ത് തന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം അതൊക്കെ വായിക്കുമ്പോൾ. കാരണം നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്കെങ്കിലും, ഇപ്പോൾ 1,00,000 പേര് കണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് ഗുണമുണ്ടായാൽ അത് മതി നമ്മുടെ ഈ ഒരു സംരംഭം വിജയിക്കാൻ. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുക, നിങ്ങൾ കേൾക്കുക മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. എങ്കിൽ അവരും നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ടാവാം, അത് കേട്ടിട്ട് നമ്മൾക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറ്റിയാൽ അത് മതി നമുക്ക് വിജയിക്കാൻ. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു പറച്ചിലും നമ്മുടെ ഈ ഒരു സദസ്സും ഒക്കെ പടച്ചവൻ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ, ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു ദീനിയായ ക്ലാസ് കേട്ടാൽ, ഒരു ദീനിയായ മജ്ലിസിൽ പോയി പങ്കെടുത്താൽ, അതായത് ഒരു ദീൻ പറയുന്ന, ഇൽമ് പറയുന്ന, ഖുർആനിനെ പറ്റി പറയുന്ന, ഹദീസിനെ പറ്റി പറയുന്ന, ഇതുപോലെ ദീനിയായ ചർച്ചകളുള്ള ഏതെങ്കിലും ഒരു മജ്ലിസിൽ പോയിരുന്ന, നമ്മുടെ മജ്ലിസ് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ നല്ല കാര്യം മാത്രമാണ് പറയുന്നത്, അള്ളാഹിനെ പറ്റി പറയുന്നു, അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി പറയുന്നു, ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ പറ്റി പറയുന്നു, നോമ്പിനെ പറ്റി, നിസ്കാരത്തെ പറ്റി, ദിക്റിനെ പറ്റി, സ്വലാത്തിനെ പറ്റി പറയുന്ന ഈ ഒരു മജ്ലിസിൽ നമ്മൾ ഇരുന്നാൽ, ഈ മജ്ലിസ് നമ്മൾ കേട്ടാൽ, ഈ ഒരു ക്ലാസ് നമ്മൾ കേട്ടാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത് സ്വർഗത്തിൽ ഉന്നതമായ പദവിയാണ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയുണ്ട്. അതായത് പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ശുഹദാക്കൾ പോയിരിക്കുന്ന സദസ്സ്, അവിടെ പോയി നമുക്കും ഇരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു തരും. ഈ റമളാനിൽ നമ്മൾ ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നാൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. ജീവിതത്തിൽ എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടെന്നറിയില്ല. ചിലപ്പോൾ 5 ലക്ഷമാവാം, 10 ലക്ഷമാവാം, 15 ലക്ഷമാവാം. എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾ നല്ല രൂപത്തിൽ കേട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്താൽ മാത്രം മതി. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റമളാനിലൊക്കെ നമ്മൾ പറയുന്ന ഓരോ വീഡിയോകൾക്ക് താഴെയും അതുപോലെ ദിക്റിൻ്റെ മജ്ലിസ്, സ്വലാത്തിൻ്റെ മജ്ലിസിലൊക്കെ ഒരുപാട് ആളുകളാണ് ദുആരക്കാൻ വസിയ്യത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം ഞങ്ങളോട് ദുആരക്കാൻ പറയുന്നുണ്ടോ, ഞങ്ങളെ ഫോണിൽ വിളിച്ച് പറയുന്നവർ, നേരിട്ട് കണ്ട് പറയുന്നവർ, അതുപോലെ തന്നെ ഈ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് എഴുതുന്നവർ, അല്ലാഹുവേ പടച്ചവനെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ ആ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുകയാണ്, പലതും കഴിഞ്ഞു, വരാനിരിക്കുന്നു. എല്ലാ മക്കളുടെയും എല്ലാ പരീക്ഷകൾക്കും നീ ഉന്നതമായ വിജയം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.